Hello, good evening. I am Prashov Kumar. Welcome to you all to my YouTube channel. ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഒ ഹെൻറിയുടെ ദ ലാസ്റ്റ് ലീഫ് എന്ന ഷോർട്ട് സ്റ്റോറിയുടെ ഉള്ളടക്കമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഒ ഹെൻറി ഈസ് എൻ അമേരിക്കൻ റൈറ്റർ. ഇദ്ദേഹത്തിൻ്റെ വില്യം സിഡ്നി പോർട്ടർ എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പേര്. ഇത് ഇദ്ദേഹത്തിൻ്റെ തൂലികാനാമമാണ്, ഒ ഹെൻറി എന്നുള്ള. ഇദ്ദേഹം അമേരിക്കയിലെ കരോളിനയിൽ സെപ്റ്റംബർ 11, 1862 ഇദ്ദേഹം ജനിച്ചത്. കുട്ടിക്കാലമൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഇച്ചിരി വിഷമതകളൊക്കെ ഉണ്ടായിരുന്നു ജീവിതത്തിൽ. അതിൻ്റെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളെല്ലാം പല പല ജോലികളിലൊക്കെ പ്രവേശിച്ചു. അവിടെ നിന്ന് മൂവ് ചെയ്ത് ടെക്സാസ് എന്ന സ്ഥലത്തോട്ട് പോയി. അവിടെ അദ്ദേഹം ഒരു റൈറ്ററും എഡിറ്ററുമായിട്ടൊക്കെ വർക്ക് ചെയ്തു. പിന്നെ അതിനുശേഷം ഒരു ബാങ്കിൽ ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്ത് അതിൽ ബാങ്കിലിരുന്ന് ജോലി ചെയ്യുന്ന സമയത്ത് എന്തോ ബാങ്കിലെ ക്രമക്കേടുകളോ എന്തോ കാരണത്താൽ അദ്ദേഹത്തെ ശിക്ഷിക്കപ്പെട്ടു. അങ്ങനെ 3 വർഷം ഇദ്ദേഹത്തിന് ജയിൽ സെൻറ്റൻസ് അനുഭവിക്കേണ്ടി വന്നു. 1898 ഹി വാസ് സെൻറ്റൻസ്ഡ് ഫോർ 3 years ഇൻ ജയിൽ. 3 വർഷം ജയിലിൽ കിടന്നു. ആ സമയത്ത് ഇദ്ദേഹത്തിന് ഈ റൈറ്റിങ്സൊക്കെ അവിടെ വെച്ചാണ് കൂടുതലും ഡെവലപ്പ് ചെയ്തത്. എഴുത്തിലോട്ടൊക്കെ കടന്നു. ജയിലിൽ വെച്ചാണ് ഇദ്ദേഹം ഈ പേരിൽ സ്വീകരിച്ചു ഒ ഹെൻറി എന്നുള്ള തൂലികാനാമത്തിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അങ്ങനെ ജയിലിൽ 3 years കഴിഞ്ഞ് 1901 ഇദ്ദേഹത്തെ റിലീസ് ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ കഥയിൽ ദ ലാസ്റ്റ് ലീഫ് എന്ന കഥയിൽ 3 കഥാപാത്രങ്ങളുണ്ട്. ഒന്ന് സു, ജോൺസി, ബഹ്മാൻ. ഈ 3 പേരുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ, ക്യാരക്ടേഴ്സ്. ജോൺസിയും സൂവും ദേവർ ലിവിങ് ടുഗദർ. അവർ റൂംമേറ്റ്സ് ആയിരുന്നു. സൂ ഷീ വാസ് എൻ ആർട്ടിസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഇവർക്ക് 2 പേർക്കും ന്യൂമോണിയ ബാധിച്ചു. ന്യൂമോണിയ വന്ന് വളരെ വർഷനായി. ദെൻ ആഫ്റ്റർ സൂ റിക്കവർ ചെയ്ത് അതിൽ നിന്ന് ഓവർകം ചെയ്ത് വന്നു. മറ്റേ ആൾ കുറച്ച് വർഷനായി. ഹെൽത്ത് കണ്ടീഷൻ വളരെ വർഷനായി. അങ്ങനെ ഒരു മരണം എന്നെ അടുത്ത് വന്നു, ഞാൻ മരിക്കുമെന്നുള്ള ഒരു ഇതിലൊക്കെ ഇരിക്കുന്നു ജോൺസി. അപ്പോൾ അവളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അവരുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ വെളിയിൽ ഇങ്ങനെ ഒരു മുന്തിരിവള്ളി ഇങ്ങനെ പടർന്ന് അതിലോട്ട് തൂങ്ങി കിടപ്പുണ്ട്. അതിൽ കുറേ ഇലകളുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലെ ഇലകൾ ഓരോന്നായിട്ട് വീണ് ഇങ്ങനെ കാറ്റൊക്കെ അടിക്കാൻ വീഴുന്നതിൽ അവസാനത്തെ ഇല വീഴുന്ന സമയത്ത് എൻ്റെ ജീവനും പോവും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസക്കാരിയായിരുന്നു ജോൺസി. അപ്പോൾ ഈ സ്നേഹിത സൂ വളരെ രീതിയിലൊക്കെ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, അതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് പോസിറ്റീവായിട്ടൊക്കെ അതിൽ നിന്നൊക്കെ ആ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ നോക്കി. പക്ഷേ ഇവൾ അതിൽ ഉറച്ച് വിശ്വസിച്ചു. അപ്പം കൂട്ടുകാരി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമല്ലോ. അവസാനം അവരുടെ ഈ സെയിം ഫ്ലാറ്റ് സമുച്ചയത്തിലുള്ള ഒരു ഓൾഡ് മാൻ, ആ സെയിം അപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു ഓൾഡ് മാൻ, അദ്ദേഹത്തിൻ്റെ പേരാണ് ബർമാനെ കണ്ടു. കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ്. അപ്പം അയാൾ കൂടുതൽ ടോക്കിംഗ് ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. പക്ഷേ അയാൾ വളരെ കൈൻഡും വളരെ ഹെൽപ്ഫുള്ളുമായിട്ടുള്ള ഇതായിരുന്നു. ചിലരങ്ങനെയാണല്ലോ, നമ്മൾ കാണുമ്പം വിചാരിക്കും വളരെ റൂഡാണെന്നും. നമ്മൾ അടുത്ത് പുള്ളി ഒരു പെയിൻറ്ററാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പെയിൻറ്റർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരു നല്ലൊരു മാസ്റ്റർ പീസ് നല്ലൊരു പെയിൻറ്റിങ് ഇതുവരെ അദ്ദേഹത്തിൽ സൃഷ്ടിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അയാൾ വന്നു. അപ്പോൾ ഈ മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കിടക്കുന്ന ജോൺസിയെ കണ്ടു, സമാശ്വസിപ്പിച്ചു. അപ്പം ഒരു രക്ഷയില്ല. ആ സെയിം ഡേയിൽ ഭയങ്കര സ്റ്റോം ഉണ്ടായിരുന്നു. ഭയങ്കര കാറ്റും കോളും എല്ലാം വന്ന്. അപ്പം ഡെഫിനറ്റ്ലി ഇന്ന് രാത്രി ഈ ഇലകളെല്ലാം പൊഴിഞ്ഞു പോകും, അതോടുകൂടി എൻ്റെ ജീവനും പോകും എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു ജോൺസി.
അങ്ങനെ ഈ ബർമാൻ he done was, അയാൾ ആ വെളിയിൽ പോയി നിന്ന് ആ മുന്തിരിവള്ളിയോട് ചേർന്ന് അയാളുടെ ഒരു കലാസൃഷ്ടി, ആ മുന്തിരി ഇലയെ പോലെ ഒരു ഇല അവിടെ പെയിൻറ്റിങ്ങിൽ സൃഷ്ടിച്ചു വെച്ചു. അത് ജോൺസിക്ക് അറിയില്ല. ആ ഇല കണ്ടാലും ഒറിജിനൽ മുന്തിരി ഇലയുടെ പോലെ ഇരിക്കും. അപ്പോൾ അതുപോലെയുള്ള ഒരു കലാസൃഷ്ടി അയാൾ ചെയ്തു. അപ്പോൾ ഈ കാറ്റുമൊക്കെ ഭയങ്കരമായിട്ട് അടിക്കുന്നു. അപ്പം ഇങ്ങനെ മരണത്തെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പം ഞാൻ മരിക്കും, അവസാനത്തെ ഇപ്പം വീഴും. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഇല മാത്രം വീഴുന്നില്ല. അങ്ങനെ അവൾ വളരെ ഹാപ്പിയായി. അവൾ സ്ലോലി റിക്കവർ ചെയ്ത് അവൾ ഷീസ് ഓക്കെ നാവ്. അവൾ ജീവിതത്തിൽ നിന്ന് തിരിച്ചു വന്നു. പക്ഷേ ഈ മനുഷ്യൻ, ഈ ഓൾഡ് മാൻ, ഈ ആ വെളിയിൽ ആ വെയിലത്ത് ഇല്ല, ഈ കാറ്റും മഴയൊക്കെ ആയിരുന്നു. അങ്ങനെ ആ സമയത്താണ് വെളിയിൽ നിന്ന് ഈ പെയിൻറ്റിങ് ചെയ്തത്. അങ്ങനെ ഇയാൾക്ക് ന്യൂമോണിയ പിടിച്ചു. അങ്ങനെ ഇയാൾ മരിച്ചുപോയി. പക്ഷേ ഇത് ആർട്ടിഫിഷ്യൽ ലീഫാണെന്ന് മറ്റേ ജോൺസിക്ക് അറിയില്ല. അത് സീക്രട്ടായിട്ട് കീപ്പപ്പ് ചെയ്തു. അങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹത്തിൻ്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്തു. ഇതിൽ പ്രധാന മെസ്സേജ് എന്ന് പറയുന്ന ദ പവർ ഓഫ് ലവ് ആൻഡ് ജനറോസിറ്റി. അപ്പം ഒരു ജീവൻ ത്യജിച്ചുകൊണ്ട് മറ്റൊരു ജീവനെ ഇവിടെ രക്ഷപ്പെടുത്തുന്നു. അപ്പം ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അത് എൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ അടുത്ത ദിവസങ്ങൾ വരുന്നതായിരിക്കും. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളത് കേട്ടോ, സെയിം അല്ല, ഡിഫറെൻ്റ് വെറൈറ്റി ഓഫ് സബ്ജക്ട്സ് ആയിട്ട് അടുത്ത ദിവസം വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബായ്.